ലോകത്തിന് മുന്നിൽ തസവ്വുഫ് എന്ന നാമധേയത്തിൽ അവതരിക്കപ്പെട്ടപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായ മതപരമായ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ മുന്നേറ്റത്തിലൂടെ മനഃശാസ്ത്രപരമായി മുന്നേറാൻ കഴിയും. അതല്ലാതെയും ഏകാഗ്രത യജ്ഞത്തിന് ഇത്രമാത്രം മഹത്വമുണ്ടെന്ന് മതങ്ങൾ ഇവിടെ കൊട്ടിഘോഷിച്ചപ്പോ അതിൽ നിന്ന് ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ഏകാഗ്രത പ്രഖ്യാപനവും ഏകാഗ്രത പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് സൈക്കോളജിയിലൂടെ ഏകാഗ്രത യജ്ഞം പ്രാധാന്യം നൽകപ്പെട്ടപ്പോ യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ രണ്ടാനപ്പുറായി തരംകാട്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥമായ ഏകാഗ്രതത്തിലൂടെയാണ് മനുഷ്യന് മുന്നേറാൻ കഴിയുന്നത്. ആ യഥാർത്ഥമായ മുന്നേറ്റത്തിലൂടെയാണ് മനുഷ്യൻ നന്നാവുന്നതും. ഇപ്പൊ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞത് ഖുർആൻ എല്ലാം ലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചരിക്കരുത്. വ്യഭിചരിച്ചാൽ ശാരീരികമായും മാനസികമായും നിരവധി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ആധുനിക ഗവേഷകന്മാർ പറയുമ്പോൾ ഖുർആൻ നിർദ്ദേശം അത്രമാത്രം മഹത്തരമാണ് ചിന്തിച്ചത്. അതുപോലെ മദ്യം ചൂതാട്ടം പോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് ഹറാമാണ്. അത് പിശാചിന്റെ മാർഗമാണ്, മനുഷ്യന്റെ പണിയല്ല. മദ്യം കഴിക്കൽ മനുഷ്യന്റെ പണിയല്ല, ചൂതാട്ടം മനുഷ്യന്റെ പണിയല്ല, മനുഷ്യന് അനുയോജ്യമല്ലാതെ. അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കലും മനുഷ്യന്റെ പണിയല്ല, മനുഷ്യൻ ചെയ്യേണ്ടതല്ലാതെ, മനുഷ്യന് പറ്റാത്തതാണത്. അത് പിശാചിന്റെ മാർഗമാണ്. അതുപോലെ സത്യസന്ധമല്ലാത്ത നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒന്നും നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അന്യൊരുത്തന്റെ അധീനത്തിലുള്ള സമ്പത്ത് നിങ്ങൾ ഒരു നിലക്കും നിങ്ങൾ കൈവശപ്പെടുത്താൻ പാടില്ല. മറ്റൊരുവന്റെ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല അവന്റെ അനുവാദം കൂടാതെ, അല്ലെങ്കിൽ അവൻ അറിഞ്ഞാണെങ്കിൽ പോലും ഹറാമാൻ നിനക്ക് പാടില്ല. അപ്പൊ അതൊക്കെ ഹറാം. ഇതൊക്കെ ചെയ്താൽ എന്താ? മറ്റൊരാൾ വലായത്ത പാടും പാടാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. ഒരാളെ പറ്റി പരദൂഷണം പോലെന്ന് പറയാൻ പാടില്ല. പരദൂഷണക്കാർക്കും അതേ പ്രകാരം തന്നെ ഏഷണിക്കാരനുമാണ് സകലവിധ നാശങ്ങൾ ഖുർആൻ പറയും. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. പരദൂഷണം പോലും പറയാൻ പാടില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പറയാനാണ് പരദൂഷണം. അത് അയാളെ സാന്നിധ്യത്തിലോ അഭാവത്തിലോ പറയാൻ പരദൂഷണമാണ്. എടുത്തു പറഞ്ഞാലും പരദൂഷണം. ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാൻ പരദൂഷണം. അത് പാടില്ല. കളവ് പറയരുത്. കടയന്മാരുമേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് കഠിനമായ താക്കീതാണ്. നിങ്ങൾ നുണ പറയാൻ പാടില്ല. ഇതൊക്കെ ഖുർആനിക നിർദ്ദേശമാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ അങ്ങനെ ഖുർആൻ നിരോധിച്ചു. മനുഷ്യന്റെ പണിയിൽ പെട്ടതല്ല, മനുഷ്യന് അനുയോജ്യമല്ലാത്ത പ്രഖ്യാപനത്തോടുകൂടി കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ആഖിറത്തിൽ ശിക്ഷയും, വിജയിക്കുന്നവന്റെ ആഖിറത്തിൽ ശിക്ഷയുണ്ട്. ആ വ്യഭിചരിക്കുന്നവന്റെ മുഹ്രിമിൽ നിന്ന് ചീഞ്ചലം ഒലിക്കും. നാം പഠിച്ചതാണ്, നാം ഉലമാഇന്റെ വായിൽ നിന്ന് കേട്ടതാണ്. ആ ഒലിക്കുന്ന ചീഞ്ചലം, വ്യഭിചാരകന്റെ മുഹ്രിത്തിൽ നിന്ന് ഒലിക്കുന്ന ചീഞ്ചലം ഒരു ബക്കറ്റ് കൊണ്ടുവന്ന് ഭൂമിയുടെ മധ്യത്തിൽ ഒഴിച്ചാൽ
അതിന്റെ ദുർഗന്ധം കൊണ്ട് ഭൂമുഖത്തുള്ള സകല മനുഷ്യരും ബോധം കെട്ടു പോകുമെന്നാണ് റസൂൽ പറയുമ്പോ ആ വെള്ളം തന്നെയാണ് നരകവാസികൾക്ക് ദാഹജലമായി കൊടുക്കുന്നതെങ്കിൽ അത്രമാത്രം കഠിന കടോരമായ ശിക്ഷ. തങ്ങൾ പറഞ്ഞതുപോലെ ആ നരകത്തിൽ വെച്ചുകൊണ്ട് ചീത്തനമാണ് ആ നരകവാസികൾ കുടിപ്പിക്കപ്പെടുന്നത്. അത് എങ്ങനത്തെ ചീത്തനമാണ്? വിഭജിക്കുന്ന സ്ത്രീയുടെ പുരുഷന്റെ ഗുണവിൽ തൊഴിക്കുന്ന ചീന്തരമാണ് അവർക്ക് ദാഹജലമായി കൊണ്ട് നൽകപ്പെടുന്നത് എന്ന് പറയുമ്പോ അങ്ങനെ ശിക്ഷയുണ്ട്. അപ്രകാരം തന്നെ പരദൂഷണം പറയുന്നവന്റെ ശിക്ഷ ചെമ്പിന്റെ നഖങ്ങളെ കൊണ്ട് മുഖങ്ങളും മാർവിടങ്ങളും മാറ്റിപ്പുറത്തുന്ന അവസ്ഥയാണ്. അതുപോലെ ഓരോരുത്തർക്കുമുള്ള ശിക്ഷകൾ ഖുർആൻ ഹദീസിൽ വിവരിച്ചിരുന്നതൊക്കെ പറയും. നമ്മുടെ വിഷയത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പല ശിക്ഷകളും പറയുന്നതോടൊപ്പം തന്നെ വാസ്തവത്തിൽ ആ മനുഷ്യൻ പാപങ്ങളുടെ ആധിക്യം കൊണ്ട് അവന്റെ കൽബുകൾക്ക് സുഖത്തായി പോകുമെന്നും ഖുർആൻ പറഞ്ഞുപോലാക്കി. ആ തെറ്റുകളൊക്കെ ബാധിക്കുന്നത് അത് ആഹ്റത്തിലെ ശിക്ഷ. ഭൗതിക ലോകത്ത് ഈ കുറ്റങ്ങളൊക്കെ ബാധിക്കുന്നത് ആരെങ്ങനെയാണ്? മനസ്സിനെയാണ്. അവർ മനസ്സിൽ ഒരു പോയിന്റ് വീഴുന്ന ഒരു പുള്ളി, ഒരു ഡോട്ട്. അവരുടെ കൽബുകളിൽ, മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ ഒരു തെറ്റ് ചെയ്ത, ഒരു കളവ് പറഞ്ഞാൽ അപ്പോൾ പുള്ളി വരും, ഒരു പരദൂഷണം പറഞ്ഞാൽ അപ്പോൾ പുള്ളി വരും. ഈ ശിക്ഷയ്ക്ക് വഴി ദുന്യാവിലുണ്ടാകുന്ന കോട്ടം കൂടാൻ പറയാം. അപ്പൊ ഈ പാപങ്ങൾ ചെയ്യുന്ന മനസ്സിൽ എത്ര കറുത്ത പുള്ളികളാണ്. കറുത്ത പുള്ളി വീഴുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യക്ഷാർത്ഥത്തിന് പുള്ളികൾ മാത്രമായി കൊള്ളണം എന്നില്ല. അവന്റെ മനസ്സിന്റെ ആ ശക്തി, അത് ബലക്ഷയം സംഭവിക്കുന്നു, മനഃശക്തി നഷ്ടപ്പെടുന്നു. ഒരു കറുത്ത പുള്ളി വീഴുന്നു, അത്രയും പോയിട്ട് മനഃശക്തി നഷ്ടപ്പെടുന്നു. വീണ്ടും വീഴുമ്പോൾ വീണ്ടും നഷ്ടപ്പെടുന്നു. അങ്ങനെ മാനസികമോ ഉത്തേജിതമായ അവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പാപങ്ങൾ ചെയ്താൽ. ഇത് അല്ലാഹു റസൂൽ പറഞ്ഞ വിശ്വാസമായി. എന്താ ആധുനിക മനഃശാസ്ത്രജ്ഞ? ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പരദൂഷണം പറഞ്ഞാൽ, ഏഷണി പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ അവന്റെ മനഃശക്തിയിൽ നിന്ന് നല്ലൊരു അളവ് ഉടനെ തന്നെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഏകാഗ്രതായിരിക്കുന്ന ആളുകൾക്ക് ആധുനിക മനഃശാസ്ത്ര നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ ചില നിബന്ധനകൾ. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ചെല്ലുമ്പോൾ ചില റിയാദ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ വശായിക്കന്മാർപ്പോൾ ചില ശബ്ദങ്ങൾ പറയും. ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ ജീവനുണ്ടോ, ജീവനിൽ തിരിഞ്ഞു വന്നോ, ചില റിയാദുകൾ പാടില്ല. നോമ്പ് പിടിക്കണം, ചില റിയാദുകൾ ഗോതമ്പിന്റെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. നോമ്പ് തുറക്കുമ്പോ പോകുമ്പോൾ അത്താഴത്തിന് പോകുമ്പോൾ. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അവസ്ഥയും ഇന്നത്തെയും ഈ ചിന്താഗതിയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും മനഃശാസ്ത്രത്തിന്റെയും ഗവേഷണപരമായി കൊണ്ട് ലോകാരോഗ്യ സംഘടന ലോകത്തിന് നൽകുന്ന നിർദ്ദേശങ്ങളും ഈ റിയാദ് നിർദ്ദേശങ്ങളും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ആരാണ് പൊതുമക്കാര്? നമ്മളല്ലേ. ഇതൊക്കെ പഴയ കാലത്ത് കണ്ടുപിടിച്ച് നമ്മളല്ലേ. നമ്മൾ പറഞ്ഞിട്ട് ബാക്കിയല്ലേ ഇന്ന് ലോകാരോഗ്യ സംഘടനയും ഡോക്ടേഴ്സ് പറയുന്നത്. എന്താ മസായിക്കന്മാരും ലോകം തിരിയാത്തവരാണ്, അവർ പഴഞ്ചന്മാരാണ്. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവരൊരു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ വാസ്തവത്തിൽ അവർ തന്നെ വിധി. അലാ ഇന്നഹു
അവർ വിളിക്കാൻ പറ്റിയ സത്യമായ മഹത്തായ വാക്യം തന്നെ പറഞ്ഞു. അല അറിയണേ, അവർ തന്നെയാണ് വിഡ്ഢികൾ. പക്ഷെ അവർക്കത് അറിയില്ല. അവരത് അറിയില്ല. വാസ്തവത്തിൽ നാം മനസ്സിലാക്കണം, ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ആ ഏകാഗ്രതയിൽ ഇരിക്കുമ്പോൾ അവൻ കുറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാം പ്രത്യേകിച്ച് ഈ ഇയാൾ അവർ പറഞ്ഞ ഇയാളെ അവരിയാളെന്ന ശ്വാസം വലിക്കും. ശ്വാസത്തിന് 3 ഘട്ടമായി കൊണ്ട് വേർതിരിക്കുന്നു. ശ്വാസം, ബന്ധനം, ഉച്ഛ്വാസം. താഴ്ഭാഗത്ത് നിന്ന് ശ്വാസത്തെ മുകളിലേക്ക് വലിക്കും. എന്നിട്ടാണ് ശ്വാസത്തെ പിടിച്ചു നിർത്തുന്നത്. എന്നിട്ടാണ് ശ്വാസത്തെ മൂക്കിലൂടെ പുറത്തേക്ക് കളയും. ഇത് 4 സെക്കൻഡിൽ വീതം കൊണ്ടാണ്. 6 18 സെക്കൻഡ് കൊണ്ടാണ് ഒരു ശ്വാസം വിടേണ്ടതെന്നാണ് ആധുനിക മനഃശാസ്ത്രം. അവ ശ്വാസത്തെ വലിക്കും, പിടിച്ച് പുറത്തേക്ക്. ഇങ്ങനെയുള്ള കുറെ മറ്റൊരുയാണെന്നോ മനഃശാസ്ത്രം. ഒരു മൂക്കടച്ചു പിടിച്ചുകൊണ്ട് ഒരു മൂക്കിയും കൂടെ ചോദിക്കാൻ മറ്റേ മൂക്കൂടെ തുറന്നുകൊണ്ട് അങ്ങനെ ഈ യാത്രകളൊക്കെ ചെയ്യും. ഇതിനെ കളിയാക്കാനോ പ്രവേശിക്കാനോ അതിനെ അംഗീകരിക്കാനോ യഥാർത്ഥമായ കണ്ട യാഥാർത്ഥ്യം കണ്ട മഹാന്മാർ. നമ്മുടെ സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചാണ് അവരെ പഞ്ചന്മാരാക്കി മാറ്റി. അതുകൊണ്ടാണ് പണ്ട് ഇച്ചമസ്താൻ പറഞ്ഞത്, അവരെ മുറുകെ പിടിച്ചോ. കർപ്പൂരക്കാന്തമടി കമ്പം കൊടുത്തിടുതി കാലങ്ങളൊക്കെ കണ്ടോനെ കണ്ടുപിടി കണ്ടിത്തരും വഴിമ കാട്ടുന്ന കണ്ട് വരിമ ഐവല്യം വീട്ടലിലും മസുറാവും കുടിയും അവകാശമുണ്ട് ഫലമാ ആലക്ക് ജീവക്ക് അയ്യാല വെട്ടി മുറി അയ്യാറ് 100 ഫലമാ. കണ്ടോനെ കണ്ടുപിടിക്കാൻ മഹാന്മാരെ ഔലിയാക്കന്മാരെ മുറുകെ പിടിച്ചോ. നീ യാദവരാൻ കൽപ്പിക്കുന്ന യാദവന്റെ സുഹൃത്തിയാക്കളായ ആരിഫീകളെ മുറുകെ പിടിച്ചോ. അവർക്ക് യാഥാർത്ഥ്യം കാണിച്ചു തരുന്നു. ഒന്നേ അതും പറഞ്ഞ തോന്നുന്നു അയാൾക്ക് പട്ടാണെന്നാണ്. അവരോട് ഒറ്റ മറുപടിയുള്ളൂ, അയാൾക്ക് മറ്റൊരു ഭയങ്കരക്കാണ് അവർക്കല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിയമങ്ങളുടെ ആധുനിക മനഃശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ചുകൊണ്ട് തന്നെ ഏകാഗ്രതയിൽ വിജയിക്കാൻ വേണ്ടി അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ചർച്ചകൾ അവർ പറയുന്നത്. ആദ്യം തന്നെ ശ്വാസത്തെ നീ സൂക്ഷിച്ചോ. ഇവിടുത്തെ മനഃശാസ്ത്രവും ഡോക്ടർ മെസ്മറെ പോലുള്ള അല്ലെങ്കിൽ ഉമ്മേരെ പോലുള്ള ആളുകൾ പറയുന്നതിന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇഫ്ദ് അൻഫാസക നഫീസി യാ മിസ്കീൻ, ഏ ദരിദ്ര, നിന്റെ വിലമതിക്കാത്ത ശ്വാസത്തെ നീ സൂക്ഷിച്ചോ. വിലമതിക്കാത്ത ശ്വാസത്തിന്റെ വില ഇവിടെ ഓക്സിജൻ നമ്മുടെ ഓക്സിജൻ സ്വീകരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കെന്താണ് ഒരു ആസ്പത്രിയിൽ പോയി ഡോക്ടർ ഓക്സിജൻ കൃത്യമായി കഴിക്കുന്ന 1 മണിക്കൂറിന് 1000 കൊടുക്കട്ടെ അവിടെ കണ്ടട്ടെ. അപ്പൊ 24 മണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഓക്സിജന്റെ വില എത്രയാണ്? 1 മണിക്കൂർ 2000 വെച്ച് കൂട്ടുമ്പോൾ 48,000 ദിവസമായില്ലേ? 10 ദിവസം 4,80,000 3 ദിവസത്തിന് 4,80,00,000 300 ദിവസത്തിനായി എത്ര കോടിയായി കൊല്ലത്തിന്? ഇതാരാ ഒരു കൊല്ലത്തിന് കോടികളുടെ ഈ സംഖ്യ ആരാണോ പേ ചെയ്യുന്നത്? ഏത് ഓഫീസിലാണ് നടക്കുന്നത്? നിന്റെ